ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ദുബായിലൊക്കെ വൈറലായിട്ടുള്ള ചീസ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കണം. അതിനുശേഷമാണ് ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചീസ് കേക്ക് കഴിക്കാൻ. ഞാൻ പൈനാപ്പിൾ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കിയത്. ഇനി വീഡിയോയിലോട്ട് പോവാം. എളുപ്പത്തിലൊരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുക. അതിന് വേണ്ടി മുട്ട എടുക്കുക. മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. ബീറ്ററൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ ഇതുപോലെ നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരേപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഫ്ലഫി ആയിട്ട് ഇതേപോലെ ക്ലോക്ക് വൈസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലഫി ആയിട്ട് വരും. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. 1-2 പ്രാവശ്യം അരിച്ചിട്ട് എടുക്കാം. മൈദപ്പൊടി കുറച്ചായിട്ടിട്ട് ഇതിങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. പൈനാപ്പിളിൻ്റെ എസൻസ് ചേർക്കാം. ആയിട്ടുണ്ട്. ഇനി ഓവണിലൊന്നും വെക്കാതെ നോർമൽ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടാണ് ഈ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത്. കേക്ക് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ കൂട്ടിന് ഇതിലേക്ക് ഒഴിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. എയറൊക്കെ ഉണ്ടെങ്കിൽ പോവാനാണ് ഇതിങ്ങനെ ഇതുപോലെ ചെയ്യുന്നത്. ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലൊരു ലെഡ് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് നന്നായി ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ ഹോളൊന്നും നന്നായിട്ട് കവർ ചെയ്യാം. 10 മിനിറ്റ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ടിന്ന് ഇറക്കി വെക്കാം. ഇനി ഒന്ന് മൂടിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ മൂടി വെച്ചിട്ട് 40-45 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടത്. ആദ്യം 10 മിനിറ്റ് നല്ല തീയിൽ കത്തിക്കുക. പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ. കേക്കായിട്ടുണ്ട്. തുറന്ന് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി മാറ്റി വെക്കാം. എല്ലാം കഴിഞ്ഞ് പോകാത്ത നല്ല അടിപൊളി സ്പോഞ്ച് കേക്ക് റെഡി. സൂപ്പർ സ്പോഞ്ച് കേക്ക്. ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം. ബട്ടറും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ക്രീം ചീസ് ചേർക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർക്കാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിനി കേക്കിൽ സെറ്റ് ചെയ്യാം. കേക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കലും മുറിച്ചെടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് മുറിച്ച് എടുത്തിരിക്കുന്നത്.
ഇനി അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീസ് സ്പ്രെഡ് ചെയ്യും. നല്ല തിക്കായിട്ട് തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ആക്കാം. ഇതിൻ്റെ മുകളിൽ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷെഡർ ചീസ് ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടി സ്പ്രെഡ് ആക്കാം. അപ്പോൾ ചീസും ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ രുചിയും കൂടി ആകുമ്പോൾ നല്ല രുചിയുണ്ടാവും. ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ചീസ് കേക്കിന് മുറിച്ചെടുക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വന്ന് ക്രീമും ചോക്ലേറ്റും കൂടി കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കേക്ക് ആണെങ്കിൽ പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് സ്പോഞ്ച് കേക്കിനും ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും താങ്ക് യു.